ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു ചിന്ന ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ചിന്ന ബ്രേക്കല്ല, അത് കുറച്ച് ലോങ് ആയിപ്പോയി. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ചെറിയ ചെറിയ മടികൾ. ഒന്നാമത്തെ കാര്യം അത് വീട്ടിലറിയാത്തത് കൊണ്ടേ എനിക്കത് ഫിലിം ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ ടാസ്ക് ആയി തുടങ്ങി. ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ വാനിഷ് ആവാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്നുള്ളത് മനസ്സിലായി. സംഭവം ഞാൻ ഈ ക്രിസ്മസ് ക്രാഫ്റ്റും കൊണ്ട് കുറച്ച് നേരത്തെയാണെന്നുള്ളത് അറിയാം. എന്നാലും പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചെയ്യാണ്ടിരിക്കണേക്കാൾ ബെറ്റർ അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ അങ്ങ് കൂടിയിട്ടുണ്ട്. താത്ത ഞാനും ഉണ്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നായിക്കോട്ടെ, താങ്കൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് സർക്കിൾ ഷേപ്പിൽ കട്ട് ഔട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു സാന്റാക്ലോസ് ഇങ്ങനെ കുത്തനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സർക്കിൾ ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സർക്കിൾസും ഇതുപോലെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, ഏകദേശം നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അത് അക്കോർഡിംഗ്ലി കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കണ്ണൊക്കെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കോലത്തിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്കും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ആളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താവോ എന്തോ. ഇതിങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ ഇരുന്നിട്ട് പെയിൻറ്റിങ് ഡേറ്റ്, അതേപോലെ തന്നെ ഡ്രോയിങ് ഡേറ്റ്, ക്ലേ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഒരു സിസ്റ്റർ ഡേറ്റ് എന്നൊക്കെ പറയാം. ഞാൻ ചെയ്തത് കണ്ടിട്ട് ഓൾമോസ്റ്റ് തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, പിന്നെയാണ് നോക്കണം ബെൽറ്റ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആൾ തന്നെയാണോ ഒറ്റയ്ക്ക് ഇത് കട്ട് ചെയ്യണതും സ്റ്റിക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതുപോലെ നോക്കിയിട്ടൊന്ന് സ്റ്റൈലായിട്ട് ഒട്ടിച്ചതാണ്. പക്ഷെ അതിൻ്റെ കുമ്പമ്മ കൊണ്ടുപോയിട്ടാണ് അത് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെയാണോ ഇത് പള്ളമ്മലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അടുത്തി പറിച്ചെടുക്കണത്. അങ്ങനെ ഫൈനലി തല എത്തേണ്ട സ്ഥലത്ത് തല എത്തിയിട്ടുണ്ട്. എന്നതിന് ശേഷം ബാക്കിയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചെറിയ സിസ്റ്റേഴ്സൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. എന്തായാലും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്ടമാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണത് കാണാനും അതുപോലെ ചെയ്ത് നോക്കാനൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഞാൻ എല്ലാ സമയത്തിൻ്റെ സാധനങ്ങളൊന്നും എടുക്കില്ല. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഇരുന്ന് ചെയ്യണം അങ്ങനെ പറയൊന്നുമില്ല. വിട്ട് നിന്ന് ഇങ്ങനെ നോക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകുമ്പോഴായിരിക്കും ആളുടെ എക്സ്പെരിമെൻറ്റ് തുടങ്ങുക. എൻ്റെ സാധനങ്ങളൊക്കെ തപ്പലും എടുക്കലും ചെയ്യലും ഒക്കെ. അപ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇരിക്കാനും ചെയ്യാനും ഒക്കെ. ഫൈനലി സാന്താക്ലോസിനെ പണിപ്പുരയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോഴേ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ തണുത്ത് കുറച്ചിങ്ങനെ ചായക്കടയിൽ അപ്പൂപ്പന്മാരൊക്കെ ഇരിക്കേണ്ടാവുമല്ലോ കണ്ടും കൂടിയൊക്കെ തുപ്പിയിട്ടിട്ട്, എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുള്ളി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ താത്താൻ്റെ കുട്ടി കണ്ടുപിടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഇതൊരു തങ്കമണിക്ക് അങ്ങനെ ഉപകാരമുള്ള സംഭവത്തിനോടൊന്നും അങ്ങനെ വലിയ അട്രാക്ഷൻ ഇല്ല. പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളോടാണ് ആൾക്ക് താല്പര്യം. ഓഫ് കോഴ്സ് അതിപ്പോൾ അങ്ങനെയല്ലേ വരും, അവൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ താത്തൻ്റെ കുട്ടിക്ക് ഒരു പെന്നുണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പെന്നേറ്റ് എഴുതാനൊന്നും ആയിട്ടില്ല, എന്നാലും കിടക്കട്ടെ, സ്കൂളിലൊക്കെ കൊണ്ടുപോകാലോ. ആദ്യം ഞാൻ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് അതിനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് എന്ത് കാര്യത്തിനാണ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അത് എന്തിനാണ് ഞാൻ ഇപ്പോൾ വൈറ്റ് പേപ്പർ വെച്ച് കോട്ട് ചെയ്തേന്ന് ആലോചിക്കണേ. ഇനിയിപ്പോൾ എന്തായാലും ചെയ്തതല്ലേ, അതിൻ്റെ പുറത്ത് ഞാനൊരു റെഡ് കളർ പേപ്പർ വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് യാതൊരു വിധ ഐഡിയ ഇല്ല അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതൊന്നും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സർക്കിൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പം അതിനെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ക്യാപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ക്യാപ്പിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനൊരു ക്രിസ്മസ് ട്രീ ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിനൊരു സാന്താക്ലോസ് പെന്നാക്കി എടുത്തിട്ടുണ്ട്. അലങ്കാരപ്പണികൾ ഒട്ടും കുറക്കണ്ട വിചാരിച്ചിട്ട് ലാസ്റ്റ് വൈറ്റ്നറൊക്കെ വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി പെൻ അവിടെ റെഡി ആയിട്ടുണ്ട്. മിസ്റ്റർ തങ്കമണിൻ്റെ സ്കൂളിൽ അങ്ങനെ ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ അവൾക്ക് കൊണ്ടുപോകണം പോലും. അപ്പോൾ പിന്നെ നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിക്കായിട്ടുള്ള ഒരു കളർ പേപ്പർ എടുക്കുക. ഏത് കളർ പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മിസ്റ്റർ തങ്കമണിയുടെ കഴിഞ്ഞ വർഷത്തെ സ്ക്രാപ്പ് ബുക്കിൽ നിന്നാണ് ഈ ഒരു കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ഇതുപോലെ സിഗ്സാഗ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ അതിനൊന്ന് ഓർഡർ ചെയ്തിട്ട് രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും.
എന്നിട്ടൊരു സ്റ്റാറും അതേപോലെ തന്നെ ഒരു സാന്റാ ക്ലോസിനൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേരി ക്രിസ്മസ് എന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇതൊന്നും പോരാ, ആളുടെ പേരും ഫ്രണ്ടിൻ്റെ പേരൊക്കെ എഴുതണം. ഓക്കെ, നോ പ്രോബ്ലം, ഡിമാൻഡ് അക്സെപ്റ്റഡ്. അപ്പോൾ ആളുടെ പേരും ഫ്രണ്ടിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സോ ഫൈനലി ആനിയ ഈസ് ഹാപ്പി നോ. അപ്പോൾ അവളുടെ കാര്യം റെഡിയായി. പിന്നെ അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്ന തിരക്കിലും എടുത്തേക്കുന്നൊക്കെ തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് എന്താണെന്ന് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ സ്നോ ഫ്ലീക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സംഭവം എളുപ്പമാണ്, അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യില്ല അത് ചെയ്തു വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്കം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത്ര ക്യൂട്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. നല്ല ക്യൂട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടല്ലോ. ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ. ബൈ.